എൻ്റെ മൈക്ക് ടെൻസിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ചെടി കാണിക്കുകയാണ്. ഇതിന് സൈക്കാഡ് എന്നാണ് പേര് കേട്ടോ. ഭയങ്കര കട്ടിയാണ്, ഇലയൊക്കെ ഹാർഡാണ് കേട്ടോ. ഒന്നും വളയ്ക്കാനൊന്നും പറ്റില്ല. ഇതിപ്പം ഇതിൽ ആകെ 2 ഇലയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് 1 വർഷം 1.5 വർഷം ആകുമ്പോഴാണ് എന്തെങ്കിലും ഒരു ഇല ഉണ്ടായി വരുന്നത്. ഇതിൽ 2 ഇതുപോലത്തെ 2 കൂടെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒടിഞ്ഞു പോയി കഴിഞ്ഞാലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഹാർഡുമാണ് കേട്ടോ. അപ്പം ഞാനിപ്പം കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു 1.5 വർഷമായി ഇതുപോലെ നിൽക്കുന്നു. അപ്പം 3-4 ദിവസത്തിന് മുമ്പ് നോക്കിയപ്പോഴാണ് പതുക്കെ 2 പേര് വരുന്നത്. ഒന്നിതും അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് തുടങ്ങിയതേ ഉള്ളൂ. ഞാനിതൊരു 2 ദിവസം കഴിഞ്ഞ് ഇത് വീണ്ടും എടുത്തിട്ട് പിന്നെ കാണിക്കാം. അങ്ങനെ ഇതിൻ്റെ ഗ്രോത്ത് 1 ബൈ 1 കാണിക്കാം കേട്ടോ. അപ്പോൾ ഇല കണ്ടോ, നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഭയങ്കര കട്ടിയെന്ന് വെച്ചാൽ ഇലയ്ക്കൊക്കെ എന്തൊരു കട്ടിയാണെന്നോ. അപ്പം ഇപ്പം കണ്ടോ, ഇല കണ്ടോ, ഇതിലിതാ കുഞ്ഞുണ്ണി കണക്ക് കണ്ട ഇതിലില്ലേ കുറേ ഇലകൾ കണ്ട അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇത് ഓരോ ഗ്രോത്തിനനുസരിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ എല്ലാം കൂടെ അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്കിത് ഇത്രയും മതിയല്ല, ഇനി അടുത്ത 2 ദിവസം കഴിഞ്ഞ് എടുക്കാം. ഞാൻ 2 ദിവസത്തിന് മുമ്പ് ഈ സൈക്കാഡിൻ്റെ ഗ്രോത്ത് കാണിച്ചായിരുന്നു കണ്ടോ. 26-ാം തീയതിയാണ് എടുത്തതെന്ന് തോന്നുന്നു. ഇപ്പം എന്താണ്ട് 1-ാം തീയതി ഇത് കണ്ട് ഇത്രയും വളർന്നു കണ്ടോ. ഇലകൾ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ. ഇതിനി പെട്ടെന്ന് ഇലയാവുമായിരിക്കും. ഈ ഇലകളെല്ലാം എന്താ ഇതുപോലത്തെ ഇലകളായി തീരും. ആദ്യം കുറച്ച് കട്ടി കുറവ് കാണും, പിന്നെ ഭയങ്കര കട്ടിയാണ് കണ്ട. 2ാമത്തെ ആളിനെ വേണേൽ തരിച്ച് കാണിക്കാൻ കണ്ട. അത് ചുരുക്കി വെച്ചിരുന്നു. ഒരു 10-18 ഇല വരും. ഇത് 2-3 എണ്ണം 3-4 എണ്ണം ഒരുമിച്ച് വന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ വരില്ലല്ലോ. വലിയ പാടാണ് ഇത് കിളുക്കാൻ തന്നെ. ഇതിപ്പോൾ ഒരു 1.5 വർഷമായി ഇതിലൊരു ഇല വന്നിട്ട്. ഇത് പിന്നെ എൻ്റെ പൂച്ചക്കുട്ടികളൊക്കെ ചാടി 2 ഇലയും കൂടെ ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, കിളുക്കേയില്ല. അങ്ങനെ തണ്ടൊന്നും കിളുക്കുന്നതല്ല. ഇത് കിളിർത്ത് വരാൻ തന്നെ 1.5 വർഷമായി ഇപ്പോൾ. പിന്നെ ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടെ ഗ്രോത്ത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും കാണിക്കാം കേട്ടോ. സൈക്കാഡ് കുറച്ചും കൂടെ വളർന്നു. സൈക്കാഡിൻ്റെ ഇലകൾ കണ്ടോ, സ്പ്ലിറ്റ് ചെയ്ത് വരുന്നതായില്ല കണ്ടോ. ഇലകൾ ഇരിക്കുന്നുണ്ട്. മറ്റേ ഒരെണ്ണം ഭാഗം കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അടുക്കി വീശറി വരെ വെച്ചിരിക്കുകയാണ്. ഇയാളത് ഇങ്ങനെയൊന്ന് കാണിക്കാം കണ്ടോ. എത്ര ഇലയുണ്ടെന്ന് നോക്കിയപ്പോൾ ഒന്ന് എണ്ണി നോക്കിയാൽ ആദ്യത്തെ ഒറ്റ ഇലയേ ഉള്ളൂ. പിന്നെ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24 ഒന്നും 25 ഇല ഞാൻ എണ്ണി. നിങ്ങൾക്ക് എണ്ണാം കണ്ടോ. 25 ഇല എണ്ണി വെച്ച്. 24 പേരായിട്ടും ഒരെണ്ണം സിംഗിളും. പിന്നെ മറ്റേവൻ്റെ എങ്ങനെയാണ്, അതൊന്നും സ്പ്ലിറ്റ് ആയില്ല. ഒരു സ്പ്ലിറ്റ് ആകുമ്പോൾ ഇപ്പം നമുക്ക് ഇപ്പോഴും വേണമെങ്കിൽ എണ്ണാൻ പറ്റും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കാണാം കണ്ട. അതും ഒറ്റയാണ് കണ്ട. ആദ്യത്തെ ഒറ്റയാണ്, പിന്നെ 24. അങ്ങനെ നല്ല രസമാണ്. ഇത് കിളുത്ത് വരാനല്ലേ പാട് കണ്ട. ഇനി നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കാണാം. സൈക്കാഡിനെ കണ്ടോ, 3 തുടങ്ങി സൈക്കാഡ് കണ്ടോ. അടിയിലൊരു ഇല, പിന്നെ ഇങ്ങോട്ട് 25 ലീസ് കണ്ടോ. എണ്ണി നോക്കാൻ പറ്റും കണ്ടോ. നല്ല ഭംഗിയില്ലേ. ഇത് ഒരു സ്റ്റമ്പിൽ. ഇത് അടുത്തത് 3 തുടങ്ങിയില്ല. അത് വളർന്ന് വരുന്നതല്ലേ കുഞ്ഞായിട്ട്. ഇത് 1 വർഷം 2 വർഷം ആകുമ്പോഴാണ് ഇങ്ങനെ 2 ഇല വരുന്നത്. പക്ഷേ ഇത് ഇവിടെയാണ് ഇങ്ങനെ ഒടിഞ്ഞു പോയി. പിന്നെ ഒന്നും ചെയ്യാനും പറ്റും. 2 എണ്ണം ഒടിഞ്ഞു പോയായിരുന്നു. പിന്നെ ഇത് ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് ഞാനിത് കുറേ കണ്ടു കേട്ടോ. സൈക്കാഡ് തിക്കായിട്ട് വളർന്നിരിക്കുന്നു. അവിടെയൊക്കെ എങ്ങനെയാണ് വളരുന്നതെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഞാനിത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാനിത് വീഡിയോ ഇടാം. ഇത് നന്നായിട്ട് 1-2 പ്രാവശ്യം കൂടെ എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. നമ്മുടെ സൈക്കാഡിനെ നോക്കിയാൽ കാണുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ സൈക്കാഡ്. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇലയുടെ തിക്നെസ് കണ്ടോ. അയ്യോ, ഒടിക്കാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് ഭയങ്കര ഇലയാണ്. ഇപ്പം പാവം പോലെ നിൽക്കുന്നു, പിന്നെ വലിയ ആളാകും. നമ്മുടെ സൈക്കാഡ് താണ്ട് ഇത്രയുമായി. സൈക്കാഡ് കണ്ട 25 ഇല കണ്ട. എണ്ണി നോക്കി അറിയാം 25 ഇല. ഒന്ന് താണ്ട ഇത്. അപ്പം
രണ്ടെണ്ണം ഇത് കണ്ട ഇതിങ്ങനെ കിളിർത്ത് വരുന്നത് നോക്കിയാൽ വാള് പോലെ നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത് നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇന്നും കൂടെ കാണിച്ചിട്ടേ പിന്നെ ഇനി കംപ്ലീറ്റ് പിന്നെ വിരിഞ്ഞിട്ട് കാണിക്കാം. ഭയങ്കര ഹാർഡാണ് കേട്ടോ, ഭയങ്കര ഇപ്പം ഹാർഡല്ല, ഇപ്പം എന്താ നല്ലതാണ്. ഇപ്പം എന്താണ്ട് ഇങ്ങനെ വളയും, കുഴപ്പമൊന്നുമില്ല. അതേസമയം പഴയ ലീവ്സ് നോക്ക്, ഒരു രക്ഷയില്ല. എൻ്റെ ഇത് നോക്കിയാൽ നല്ല വാള് പോലെ രണ്ടേ. ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ കൈ വയ്ക്കാം. ഇതാ ശരിക്കും ഇത് കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ പേര് സൈക്കാഡാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ബാംഗ്ലൂർ എയർപോർട്ടിൽ കണ്ടപ്പോൾ നിറച്ച ഇലകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നോക്കിയാൽ ഇതിവിടെ വന്നൊരു കർവ് വന്നു കേട്ടോ. ഇതിനിതാ ഇതിങ്ങനെ നേരെയല്ല പോകുന്നുണ്ട്, ഇവിടെ വന്നപ്പോൾ ഒരു കർവ് വന്നിട്ടാണ് ഇങ്ങനെ പാലം പോലെ പോകുന്നത്. അപ്പോൾ ഞാൻ ഇനി ഒരിക്കൽ കൂടെ കാണിച്ചിട്ട് കംപ്ലീറ്റ് ഒരുമിച്ച് കാണിക്കാം കേട്ടോ. ബൈ. ഇത് നമ്മളുടെ സൈക്കാഡിൻ്റെ ലാസ്റ്റ് ഡേ. ഇനി ഇതോടുകൂടി ഞാൻ സൈക്കാഡിൻ്റെ ഫുള്ള് കാണിക്കും. ഇത് കണ്ട സൈക്കാഡിൻ്റെ 2 ലീവ്സ് കിളുത്ത് വന്നത്. പഴയ ലീഫ് കണ്ടോ, പഴയ ലീഫ് ഭയങ്കര കട്ടിയായിട്ടുള്ള 2 പഴയ ലീഫ്. ഇത് ഞാൻ ഇനിയിപ്പം വീട്ടിൻ്റെ അകത്തെടുത്ത് വയ്ക്കാൻ പോകുന്നു. ഇവിടെ എൻ്റെ പുസിക്കാറ്റുകളെ കൊണ്ട് ഒരു ശല്യമാണിപ്പോൾ. അവന്മാരിത് ഒടിച്ച് കളഞ്ഞാൽ പിന്നെ 2 വർഷം മാറി 2 വർഷം കഴിഞ്ഞാലേ ഇനി അത് കിളുത്ത് വരുള്ളൂ. അപ്പം നമ്മൾ കഴിവതും ശ്രദ്ധിക്കുക. പൂച്ചക്കുട്ടിയൊക്കെ എന്തറിയാം കണ്ടോ, നല്ല ഭംഗിയായില്ലേ ഇതിന്. പക്ഷേ ഇപ്പോഴും നല്ല ടെൻഡർ ലീവ്സാണ് കണ്ട. ഇതിനി വളരണത്, ഇതിന് കുറച്ചായതേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടോ, ഇത് വലിയ കട്ടിയാണ് കണ്ടോ, മടങ്ങൂല്ല. അങ്ങനെ നമ്മളുടെ നല്ല ഭംഗിയായിട്ട് എത്ര ഇലയെന്ന് കണ്ടില്ലേ, 25 ഇല, 25. ഇത് 1, പിന്നെ 12 എണ്ണം, 1 2 3 4 5 6 7 8 9 10. അയ്യോ 10 ഉള്ളോ, 20 ഉള്ളോ. 2 4 6 8 2 10. അതിൻ്റെ ഇടയിൽ തന്നെ 12 14 16 18 20 22 24 24 ഉണ്ട്. ഞാൻ 24 കുഞ്ഞായിരുന്നപ്പോൾ എണ്ണിയതാണ്. ഇതിലെത്രയുണ്ടോ എന്തോ. ഇത് 12 14 16 18 20 22 24 തന്നെയാണ് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും സൈക്കാഡിൻ്റെ വളർച്ച കാണാൻ പറ്റിയല്ലോ. അപ്പോൾ നമുക്കിനി സൈക്കാഡ് 2 വർഷം കഴിഞ്ഞ് കിളുക്കുമ്പോൾ കാണാം. അതുവരെ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. ബൈ.